ഹായ് ഫ്രണ്ട്സ്, ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്യൂബ് സ്പീക്കറിൻ്റെ റീസ്റ്റോറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയ ട്രാൻസ്ഫോമർ നമ്മൾ എടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോമർ നമുക്ക് വയറിങ് ചെയ്യണം. അപ്പം ഞാൻ എടുത്തേക്കുന്ന വയർ വി ഗാർഡിൻ്റെ 0.5 വയറാണ്, കോപ്പർ വയറാണ്. അപ്പം നമുക്ക് സെക്കൻഡറി സൈഡിൽ നിന്ന് 3 സെക്ഷൻ ടാപ്പിങ്ങിലാണ് നമുക്ക് പവർ സപ്ലൈയിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വയറിങ് ചെയ്യാം. വയറിങ് ചെയ്തതിന് ശേഷം സ്ലീവ് ഇട്ട് ഹോട്ട് എയർ അടിച്ച് സ്രിങ്ക് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വയറുകൾ നമുക്ക് കറക്റ്റായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം അതാത് ബോർഡുകളിലേക്ക് കണക്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അതാത് പവർ സപ്ലൈയുടെ റെക്ടിഫിക്കേഷനിലേക്ക് ചെല്ലുക. അവിടുന്ന് ഫിൽട്രേഷൻ കഴിഞ്ഞാണ് നമുക്ക് അതാത് ബോർഡുകളിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ ഞാൻ ആ വയറിങ് സെക്ഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ഓൾറെഡി ഇതിനകത്ത് നമ്മൾ സ്ലീവൊക്കെ ഇട്ട് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി വയറിംഗ് ഒക്കെ ഒന്ന് കണക്റ്റായിട്ട് കണക്ഷൻ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഡുവൽ പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നതാണ്. മോണോ ബോർഡാണ്. 100 വാട്ട്സ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ കൊടുക്കേണ്ടത് മാക്സിമം ഒരു 35 വോൾട്ടേജാണ് നമുക്ക് ആംപ്ലിഫയർ ബോർഡിലേക്ക് വേണ്ടത്. നമ്മളിവിടുന്ന് 24/0 3 ആംപ്സ് ഔട്ട്പുട്ട് കിട്ടുന്ന ട്രാൻസ്ഫോമറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ആ ആംപ്ലിഫയർ സെക്ഷനിലേക്ക്. അപ്പം നമ്മൾ 24/0 റെക്ടിഫിക്കേഷൻ ഫിൽട്രേഷനൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 32 വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 32 വോൾട്ടേജ് പ്ലസ് 32 വോൾട്ടേജ് മൈനസ് ഗ്രൗണ്ട്, ഇത് മൂന്നുമാണ് നമുക്ക് ആംപ്ലിഫയർ ബോർഡിലേക്ക് പോകുന്നത്. ഡുവൽ പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ആംപ്ലിഫയറാണ് ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓൾറെഡി നമ്മൾ വയറിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് നോക്കാം. ഞാൻ ഇതിൻ്റെ പുറത്തൊക്കെ നമ്മൾ റെക്സിനൊക്കെ ഒട്ടിച്ചു. ഇതിൻ്റെ പാർട്ട് 1, 2, 3, 4 കാണാത്തവർ കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നേരത്തെ എങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകും. ഓൾറെഡി റെക്സിനൊക്കെ ഒട്ടിച്ചു. എൻ്റെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ നമ്മൾ നന്നായിട്ട് പെയിൻറ്റിങ് ചെയ്തു. പിന്നെ പ്രൊഫഷണൽ ആഡിയോ എന്നുള്ള സ്റ്റിക്കറൊക്കെ നമ്മൾ ചെയ്യിച്ചിട്ട് ഇതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂസ് ഈ രീതിയിലാണ് വ്യൂ കിട്ടുന്നത്. ഇതെൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിലും അതുപോലെ നമ്മൾ പ്രൊഫഷണൽ ആഡിയോ എന്നുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ BT ബാസ് ട്രബിൾ കൺട്രോൾസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ബാസ് ട്രബിൾ കൺട്രോളാണ്. പിന്നീട് ഇവിടെ MP3 മൊഡ്യൂൾ ഒരെണ്ണം നമ്മൾ പ്ലെയർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൺ ഓഫ് സ്വിച്ച്, ഫ്യൂസ്, പിന്നെ AC ഇൻപുട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കോഡ് കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ മൈക്ക് 1, മൈക്ക് 2 കൊടുക്കാനുള്ള ജാക്ക് ആണ്. പിന്നീട് ഇവിടെ മുകളിലാണ് ഫുൾ കൺട്രോളുകൾ വന്നേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കൺട്രോൾ MP3 പ്ലെയറാണ്, അതിൻ്റെ കൺട്രോളാണ്. രണ്ടാമത്തതും പിന്നുള്ളത് M1, M2 എന്നുള്ളത് മൈക്കിൻ്റെ കൺട്രോൾസുകളാണ് നമുക്ക്. പിന്നെ എക്കോയുടെ ഉണ്ട്, എക്കോ, പിന്നെ ഡിലേ ഉണ്ട്. പിന്നെ MB എന്ന് കൊടുത്തിരിക്കുന്നത് മാസ്റ്റർ വോളിയമാണ്. നമുക്ക് ആംപ്ലിഫയറിൻ്റെ വോളിയം എന്ന് പറയാം, അതാണ് മാസ്റ്റർ വോളിയം. പിന്നെ ലാസ്റ്റ് ഒരു LED കൊടുത്തിട്ടുണ്ട്, റെഡ് കളർ. അത് ഓൺ ആയി കഴിയുമ്പോൾ ഇൻഡിക്കേഷൻ കിട്ടാനാണ്. പിന്നെ നമുക്ക് ഹോൾഡ് ചെയ്ത് ക്യാരി ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു പിടി ഉണ്ടായിരുന്നു. ഞാൻ റെക്സിനൊക്കെ
കൊണ്ട് കവർ ചെയ്തു, നല്ല രീതിയിൽ റെക്സിങ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി എങ്ങോട്ടെങ്കിലും ക്യാരി ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ. അതുപോലെ തന്നെ ഇത് സ്ക്രൂ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഫൈനലായിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി വയറിങ്ങിനകത്ത് കേബിൾ ടൈ ഒക്കെ കൊടുക്കാനുണ്ട്. അതൊക്കെ കൊടുത്ത് നീറ്റായതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടാണ് നമ്മൾ ബാക്ക് ഗ്രില്ലിലാണ് നമ്മൾ ആംപ്ലിഫയർ ബോർഡ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഹീറ്റ്സിങ് വൈറ്റായിട്ട് കാണുന്നത്. ഇവിടെ സ്ക്രൂ ചെയ്യാനുണ്ട്, നമ്മൾ സ്ക്രൂ ചെയ്തിട്ടില്ല. നമുക്ക് ഫൈനലായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം, നോയ്സ് ഉണ്ടോ ഹമ്മിങ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് നമുക്ക് കേബിൾ ടൈ ഒക്കെ കൊടുത്ത് ക്ലോസ് ചെയ്യാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഇതാണ് ആംപ്ലിഫയർ ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോണോ ബോർഡാണ്. അതുപോലെ തന്നെ 100 വാട്ട്സ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ ഡുവൽ പവർ സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് ആംപ്ലിഫയർ ബോർഡിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ പവർ സപ്ലൈ വരുന്നുണ്ട്. മാക്സിമം 35 വോൾട്ടാണ് നമുക്ക് ആംപ്ലിഫയർ ബോർഡിൽ കൊടുക്കാവുന്നത്. അപ്പം +35 -35 ഗ്രൗണ്ട്. പിന്നെ അതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് സ്പീക്കറിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ആംപ്ലിഫയറിന് ഇൻപുട്ട് വരുന്ന സിഗ്നൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കണക്ഷനാണ് ആംപ്ലിഫയർ ബോർഡിലേക്ക് വന്നേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിൽ നിന്ന് വരുന്ന ഓരോ ടാപ്പിങ്ങുകളിൽ നിന്ന് വരുന്ന സപ്ലൈകളും താഴെ ഒരു ബോർഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫിൽറ്റർ റെക്ടിഫിക്കേഷനും ഫിൽറ്ററൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ബോർഡ് താഴെ നമ്മൾ സ്പേസറൊക്കെ ഇട്ട് നല്ല പ്രോപ്പറായിട്ട് രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറിന് പോകേണ്ട പവർ സപ്ലൈ പോകുന്നുണ്ട്. അതുപോലെ BT ബോർഡിലേക്ക് പോകേണ്ട പവർ സപ്ലൈയും ആ ബോർഡിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ബോർഡിൽ തന്നെ 2 സെക്ഷൻ പവർ സപ്ലൈ ആണ് റെക്ടിഫിക്കേഷനും ഫിൽട്രേഷനൊക്കെ ചെയ്തെടുക്കുന്നത്. പിന്നെ കരോക്കെ മിക്സർ ബോർഡിലേക്ക് ഡയറക്റ്റ് AC ഇതിൽ നിന്ന് പോകുന്നുണ്ട്. സെക്കൻഡറി സൈഡിൽ നിന്ന് 12 1 ആംപിയർ നേരെ കരോക്കെ മിക്സർ ബോർഡിലേക്ക് പോകുന്നുണ്ട്. ആ ബോർഡിൽ തന്നെ അതിനകത്ത് റെക്ടിഫിക്കേഷനും അതുപോലെ ഫിൽട്രേഷനും ഡുവൽ പവർ സപ്ലൈ ആക്കി കൺവേർട്ട് ചെയ്യുന്ന എല്ലാം ആ ബോർഡിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരിട്ട് ഡയറക്റ്റ് സെക്കൻഡറി സൈഡിൽ AC കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എല്ലാം നല്ല പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ഊരി കാണിക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ബാസ് ട്രബിൾ ബോർഡ് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ബാസ് ട്രബിൾ ബോർഡ്, അതുപോലെ കരോക്കെ മിക്സർ ബോർഡ്, അതുപോലെ തന്നെ MP3 പ്ലെയർ, മൈക്ക് കണക്ട് ചെയ്യാനുള്ള ജാക്ക്, പിന്നെ ഓൺ ഓഫ് സ്വിച്ചുകൾ എല്ലാം ഈ ഒരു ബാക്ക് സൈഡിൻ്റെ ആ ഒരു പാനലിലാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ കരോക്കെ മിക്സർ ബോർഡ്. അതിനകത്താണ് കൂടുതൽ കൺട്രോൾസുകൾ വന്നേക്കുന്നത്. എക്കോ, ഡിലേ, മൈക്ക് 1ൻ്റെ വോളിയം, മൈക്ക് 2 വോളിയം, അങ്ങനെയുള്ള വോളിയൂംസ് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ MP3 മൊഡ്യൂളിൻ്റെ വരുന്ന അതിൻ്റെ ഓഡിയോയുടെ കൺട്രോൾസും എല്ലാം വരുന്നത്. ഇത് BT ബോർഡാണ്. മുകളിലിരിക്കുന്നത് കരോക്കെ മിക്സർ ബോർഡാണ്. പിന്നെ ആംപ്ലിഫയറിന് നമ്മളൊരു സെപ്പറേറ്റ് കൺട്രോൾ വെച്ചിട്ടുണ്ട്. ആംപ്ലിഫയർ ഡയറക്റ്റ് അതിലേക്ക് പോകുന്ന വോളിയം ഒരു കൺട്രോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന MP3 പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒരു പഴയ മോഡലാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വൂഫർ. നല്ല വൂഫറാണ്. ഇൻഡോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇൻഡോൺ. അതിൻ്റെ വൂഫറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് പാരലായിട്ട് ഞാനൊരു പഴയൊരു ട്യൂട്ടർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ട്യൂട്ടർ പഴയതാണെങ്കിലും പെർഫോമൻസ് നല്ല സൂപ്പറായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. ഇത് MP3 പ്ലെയറിൽ നിന്ന് വരുന്ന ആൻറ്റിനയുടെ കേബിളാണ്. അപ്പോൾ നമ്മൾ FM ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ആൻറ്റിന യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കേബിളാണ്. അപ്പോൾ ഈ MP3 പ്ലെയർ നമ്മൾ ചേഞ്ച് ചെയ്യും, കാരണം അത് ബ്ലൂടൂത്ത് ഇല്ലാത്തത് കാരണം നമ്മൾ ചേഞ്ച് ചെയ്യും. ഇപ്പം ജസ്റ്റ് ടെസ്റ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുകയാണ് ഈ MP3 പ്ലെയർ. പുതിയത് ബ്ലൂടൂത്ത് ഉള്ള ടൈപ്പാണ് നമ്മളിനിയും ഇത് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി പിന്നെ അത് കുറച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ കേബിൾ ടൈ ചെയ്യണം. പിന്നെ MP3 പ്ലെയർ ചേഞ്ച് ചെയ്യണം, വേറെ ന്യൂ വേർഷനായിട്ടുള്ളത് വെക്കണം. ഇത്രയൊക്കെ കാര്യങ്ങൾ അതിനകത്തുള്ളൂ. അപ്പോൾ നമുക്ക് സൗണ്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അതുപോലെ ഒരു സോങ് പ്ലേ ചെയ്ത് നോക്കാം, അതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. ക്ലാരിറ്റിയൊക്കെ നല്ല സൂപ്പർ ക്ലാരിറ്റിയാണ്. അതുപോലെ സൗണ്ട് നല്ല ക്ലിയറാണ്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് പ്ലേ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് ക്ലിയറായിട്ട് അറിയണമെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓൾറെഡി ഇതിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിവിടെ ഓൺ ചെയ്യുകയാണ്. ഇപ്പം ഇതിനകത്ത് MP3 പ്ലെയറിലേക്ക് നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, പഴയ വേർഷൻ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കേബിൾ ത്രൂ ആണ് മൊബൈലിലേക്ക് സോങ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഓൺ ചെയ്തപ്പോൾ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ വോളിയം. ഇനി ഞാൻ ഈ ഫ്രണ്ട് സൈഡ് കാണിക്കാം. ഫ്രണ്ടിൽ നമ്മളൊരു അഡീഷണൽ ഒരു
LED കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അതിനകത്തൊരു ബ്ലൂ LED കൊടുത്തപ്പം നല്ല എഫക്റ്റീവാണത്. കാണുമ്പോൾ തന്നെ നല്ല അട്രാക്ഷൻ ഉള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.